സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു വൈകാരികത കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നമ്മൾ നൻപൻ എന്ന ഈ ഒരു മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രിവ്യൂ ലോഞ്ചിലേക്ക് കിടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നാദിർഷയ്ക്കാണ് ഇതിന്റെ പ്രിവ്യൂ ലോഞ്ച് നിർവഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മളെല്ലാവരും എന്താ ഒരു പ്രിവ്യൂ എന്ന് പറയുമ്പോൾ സിനിമയുടെ പ്രിവ്യൂ ഷോ, അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോ, എനിക്ക് ഒന്ന് ഇത് ഒരു ചരിത്രം ഒന്നും ഒരു മ്യൂസിക്കൽ ആൽബത്തിന്റെ ഒരു പ്രിവ്യൂ ഷോ എന്ന് പറയുന്നത് എന്താണ് നാദിർഷയ്ക്ക് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ചെറുപ്പം തൊട്ട് എനിക്കറിയാവുന്ന ആളാണ് പ്രദീപ്. എൻ്റെ അനിയൻ സമ്മതിൻ്റെ കൂടെ തന്നെ സമതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന ആളാണ്. അവൻ്റെ ഓരോ വളർച്ചയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം പാട്ടുകാരനായി ഗാനമേള ട്രൂപ്പുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പാടി തുടങ്ങി. അല്ലെങ്കിൽ ഞാനൊക്കെ പാടി, പ്രദീപ പാടി തുടങ്ങിയത് നമ്മൾ കുറേ പ്രൊഫഷണൽ ഗായകനായതിനു ശേഷം ഒരുപാട് സ്റ്റേജുകളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതിനു മുമ്പും പ്രൊഫഷണൽ ആകുന്നതിന് മുമ്പും വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവൻ നടനാകുന്നത് ഞാൻ കണ്ടു, സിനിമയിൽ നായകനായി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പാട്ടുകാരൻ മാത്രമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ മേഖലകളിലും എന്താ പറയുക, എല്ലാ കഴിവുകളും തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊതിച്ച് നടക്കുന്ന ഒരു കലാകാരനാണെന്ന് മനസ്സിലായി. ഇപ്പോൾ സംഗീത, അതിനുശേഷം മ്യൂസിക് ചെയ്തു, പല സിനിമകളിൽ ചെയ്തു, ആൽബങ്ങളിൽ ചെയ്തു. ദുബായി പോയതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നത് സംവിധാന രംഗത്തേക്ക്, അല്ലേ? സംവിധാനം എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല ആർക്കും. അതുപോലെ തന്നെ പ്രദീപും അസിസ്റ്റ് ചെയ്യാണ്ട് വന്ന അല്ലേ അങ്ങനെ. പക്ഷെ ഇത് പ്രദീപിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രദീപനുണ്ടാകട്ടെ. വളർന്ന് നാളെ വലിയൊരു സംവിധായകൻ, സിനിമാ സംവിധാനം നിർവഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ നൻപൻ എന്ന മ്യൂസിക്കൽ ആൽബത്തിൻ്റെ ഔപചാരികമായ പ്രിവ്യൂ ഷോയുടെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വളരെ നല്ലതായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് തിയേറ്ററിൽ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണാൻ പറ്റിയത്. വളരെ നന്നായിരുന്നു. ലോഞ്ച് നടത്തിയത്. അപ്പോൾ നാദിർഷയ്ക്കാരുടെ അഭിപ്രായത്തിലേക്ക് തന്നെ നമ്മൾ ആദ്യം കിടക്കുക. ഞാനെന്ത് പറയാൻ, നന്നായിട്ട് ഗംഭീരമായിരുന്നു. അതായത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സാധാരണ നല്ലൊരു പാട്ടുകാരൻ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമർ, മ്യൂസിക്കാർക്ക് എന്നുള്ള നിലയിലേക്ക് ഞാൻ പ്രതീക്ഷ കണ്ടത്. പക്ഷേ അത് മറ്റൊരു സംവിധായകൻ്റെ നിലയിൽ നല്ല ഭാവിയുണ്ട്. ഉറപ്പായിട്ട് ഇതിലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നടനായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ സംവിധായകനായിട്ട് സംവിധായകനിലേക്ക് അറിയുന്നത് സംവിധാനത്തിൻ്റെ പ്രതിഭാഗത്തിന് നല്ലൊരു ശബ്ദമായ ഭാവിയുണ്ട്. തീർച്ചയായിട്ടും ഈ ആൽബം കാണുമ്പോൾ മനസ്സിലാവും. പ്രതിഭാഗങ്ങളുടെ അണികളെ കുറിച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ല ക്വാളിറ്റിയുള്ള ഒരാളാണ്. ഒന്നാമത് ആളൊരു ഹാർഡ് വർക്കാണ്. സാധനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പാട്ടുകാരൻ മാത്രമാണ്. പക്ഷെ പുള്ളി കാക്കാന്നൊരു ഷോർട്ട് ഫിലിമിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതെന്നെ ഗംഭീരമായിട്ട് നല്ല രസമാണ്. സൂപ്പർ. ഇതെന്താ മില്യൺ ഇത് ഉറപ്പ്.
ഷോ കഴിഞ്ഞ് ഇറങ്ങി വന്ന് അതിൻ്റെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. എന്തായാലും ഇങ്ങനെയൊരു സോങ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. എല്ലാ മേഖലകളിലും എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റി. അതെല്ലാവരും നല്ല ഒരു അഭിപ്രായം പറഞ്ഞു. എല്ലാ ഫ്രണ്ട്സും എൻ്റെ നാദർശിക്കാണ് ഇത് നമ്മുടെ തിയേറ്റർ ലോഞ്ച് ചെയ്തത്. ഒരുപാട് സന്തോഷം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വളരെ വളരെ നല്ല എല്ലാവരും ഒരേ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്. വളരെയധികം സന്തോഷമാണ്. എന്താ പറയുക, ഇത് ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ എന്തോരം എൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് എല്ലാവരും നാളെ റിലീസാണ്, യൂട്യൂബ് റിലീസാണ്, ദിലീപേട്ടനാണ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.